ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന ടാറ്റ ടിയാഗോയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ക്രിയേറ്റീവ് പ്ലസ് വേരിയന്റ് ആണിത്. ഈ വേരിയന്റ് നമുക്ക് പെട്രോളിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. CNGയിൽ ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ലഭിക്കുന്നില്ല. ഈ വാഹനത്തിന്റെ മാനുവലിന് പ്രൈസ് വരുന്നത് 8,60,000 രൂപയും ഇതിന്റെ AMT ഓട്ടോമാറ്റിക് നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിന് 9,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ പുതിയ ടിയാഗോ കൺസിഡർ ചെയ്യണോ, അല്ലെങ്കിൽ ടാറ്റയുടെ തന്നെ മറ്റ് പല വാഹനങ്ങളും നമുക്ക് ആ ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചിന്റെ അഡ്വഞ്ചർ വേരിയന്റ് വിത്ത് 360 ക്യാമറ വരുന്ന വാഹനവും ഈ ഒരു ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാ വേരിയന്റുകളുടെയും പ്രൈസും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചിന്റെ വേരിയന്റുകളുമായിട്ട് ഒന്ന് കമ്പാരിസണും ചെയ്ത് നോക്കാം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന ടാറ്റ ടിയാഗോയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് വേരിയന്റ് ആണിത്. ഈ വേരിയന്റ് നമുക്ക് പെട്രോളിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. CNG ഒന്നും വരുന്നില്ല. CNGയുടെ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നത് ക്രിയേറ്റീവ് വേരിയന്റ് ആണ്. ഈ ക്രിയേറ്റീവ് പ്ലസിൽ CNG കൊടുക്കാത്തത് ഇതിന്റെ പ്രൈസ് ഒരു 10 ലക്ഷം ബഡ്ജറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ആയിരിക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ CNGയിൽ ഓട്ടോമാറ്റിക് തരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ പുതിയ ടിയാഗോ മാത്രമാണ്. ഈ ഒരു കളറാണെങ്കിലും അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ്. ഒരു ലൈറ്റ് ബ്ലൂ കളർ എന്ന് നമുക്ക് പറയാം. ടാറ്റ ഈ കളറിനെ പറയുന്നത് പാങ്കോങ് പൾസ് എന്നാണ്. എന്തുകൊണ്ടോ അങ്ങനെ ഒരു കളർ കൊടുത്തതെന്ന് അറിയില്ല. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെക്സ് ബീം ഹെഡ്ലൈറ്റ് എന്നാണ് ടാറ്റ പറയുന്നത്. ഡ്യുവൽ സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പിൽ നമുക്കൊരു DRL കാണാം. അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വശങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതും LED ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം. അത് കോർണറിങ് ഫംഗ്ഷനോട് ഒരു ഫോഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ശരിക്കും ഒരു ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് LED ഫോഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ടിയാഗോയുടെ ഈ ഒരു ടോപ്പ് എൻഡ് പെട്രോൾ വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഫോഗ് ലൈറ്റ് ലഭിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ടുള്ള ക്ലാഡിങ്സ് കാണാം. ഫ്രണ്ടിലെ ബെമ്പറിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് ആ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. 170 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 360 ക്യാമറ വരുന്ന ഒരു വേരിയന്റ് ആണ്. ഫ്രണ്ടിലെ ക്യാമറ കാണാം. ഈ ഒരു പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഗ്രില്ലിന്റെ പോർഷൻ ശരിക്കും ക്ലോസ് ചെയ്ത രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ശരിക്കും ഒരു ഭംഗിയുള്ള ഒരു കാർ, അല്ലെങ്കിൽ കാണാൻ ഏറ്റവും രസമുള്ള ഒരു വാഹനം നമ്മളുടെ പുതിയ ടിയാഗോ ആണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പെടുന്നത് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ്. അത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള അലോയ് വീൽസ് ആണ്. ഈ ഒരു അലോയ് വീല് നമുക്ക് ഈ ഒരു ടോപ്പ് എൻഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് പെട്രോൾ ടോപ്പ് എൻഡ് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അലോയ് വീൽസ് കിട്ടുള്ളൂ. 175/60R15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. എന്താണെങ്കിലും ഒരു ഭംഗിയുള്ള ഒരു അലോയ് വീൽസ് എന്ന് പറയാം. ഈ വശത്തെ ക്ലാഡിങ്ങിലെല്ലാം നമുക്കൊരു ഡോട്ട് കാണാം. കാരണം ടാറ്റ ഇതിനകത്ത് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നരച്ച രീതിയിലുള്ള ഡോട്ട് വന്നിരിക്കുന്നത്. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷൻ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും 360 ക്യാമറ എന്നുകൊണ്ട് ക്യാമറ കാണാം. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു പ്രീമിയം ടച്ച് തരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ക്രോം ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാണാനായിട്ട് പറ്റും. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. നമ്മുടെ പഴയ നെക്സോണിലൊക്കെ കണ്ട സിമിലർ കീ ആണ് ഇപ്പോൾ ടിയാഗോയിൽ കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഫോളോ മി ഹോം ഹെഡ്ലാമ്പിന്റെ ഓപ്ഷൻ, പിന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. വിൻഡോ ക്രോം കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തു. ബാക്കിൽ ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഷാർപ്പിൻ ആന്റിന കാണാം. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഇതൊരു ക്യൂട്ട് സ്മോൾ കാറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ടെയിൽ ലൈറ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ടെയിൽ ലൈറ്റിന്റെ സെറ്റപ്പ്. പക്ഷേ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് അല്ല. ഈ സെന്റർ പോർഷൻ ജസ്റ്റ് ഒരു റിഫ്ലക്ടേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. മോഡലൊരു ലൈൻസ് കാര്യങ്ങൾ കാണാം. അതിനോട് ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് കാണാനായിട്ട് പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഒരു സ്പോയിലർ ആക്സസറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിയാഗോ കുറച്ചും കൂടി സ്പോട്ടി ലുക്ക് ആയിട്ട് മാറും.
ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ചെയ്യാവുന്നതാണ്. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്യുർ പ്ലസ് എ വേരിയൻറ്റ് തൊട്ടിട്ടാണ് നമുക്ക് ബാക്ക് വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു റിഫ്ലക്ടറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ലോഗോ കാണാം, ടിയാഗോ എന്ന് പറഞ്ഞ ബാഡ്ജിങ്. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കാണാം. ബാക്കിൽ അതിന് താഴെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ അടിയിലായിട്ടാണ് നമ്മളുടെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ കാണാനായിട്ട് പറ്റും. നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് ടോപ്പ് എൻഡിലും കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് ഫോൾഡിങ്ങും ആണ് കൊടുത്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റോ സംഭവങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ 3 kg എന്ന് പറഞ്ഞ ഒരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 242 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. CNG എടുക്കുകയാണെങ്കിൽ നമുക്ക് 110 ലിറ്ററിൻ്റെ ബൂട്ടുമാണ് ലഭിക്കുന്നത്. സ്പെയർ വീല് നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ ബേസ് വേരിയൻറ്റിലൊക്കെ കാണുന്ന 14 ഇഞ്ച് വീൽസാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബൂട്ട്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസിലെല്ലാം നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാണാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലുള്ള ഇൻറ്റീരിയറാണ്. സോഫ്റ്റ് ടച്ച് ഇൻറ്റീരിയർ എന്നൊക്കെ പറയാം ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇനിയും ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഇത് സോഫ്റ്റ് ടച്ച് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ. പക്ഷേ ഇവിടെയാണ് ശരിക്കും നമുക്ക് സോഫ്റ്റ് ടച്ച് ഫാബ്രിക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, അത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുണ്ടും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസിലൊരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ആ ഒരു ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ആ ഡോർ പാഡിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം, പക്ഷെ അത് ചെറുതായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്കിവിടെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. തൈ സപ്പോർട്ടാണെങ്കിലും ഒരു ഭംഗിയായിട്ട് കിട്ടുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നും ഈ ടോപ്പ് എൻഡിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്ഡേറ്റഡ് ടിയാഗോയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ എന്ന് ഇപ്പം നമുക്ക് പറയാം. കാരണം ഇവിടെയെല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് കൊടുത്തു. അതൊരു പ്രീമിയം വാഹനങ്ങളിൽ കാണുന്ന പോലെ ഒരു വൈറ്റിൽ ഫിനിഷിൽ തന്നെ കൊടുത്തു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇപ്പോൾ വരുന്നത്. ബാക്കി പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും ഒരു പുതിയ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. നമുക്ക് ബാക്ക് ലൈറ്റഡ് അല്ല, അതും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നടുക്ക ഒരു ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പ് ആൻഡ് ആയിട്ടും ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലൊന്നും വന്നിട്ടില്ല. താഴെ ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ്, ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ടിൽറ്റ് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്തായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ് ടിയാഗോയിൽ. പക്ഷേ വേറെ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു എഞ്ചിൻ്റെ ചെറിയൊരു നോട്ട് മാത്രമാണ് നമുക്കകത്ത് കേൾക്കുന്നുള്ളൂ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ സ്ക്രീൻ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇനിയും നമുക്ക് ഫ്യൂവലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ബാക്കിയെല്ലാം അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് RPM മീറ്റർ കാണാം. അതൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടി കൊടുത്തിരിക്കും. സ്പീഡോമീറ്റർ നമ്മൾ നോർമൽ കാൽക്കുലേറ്ററിൽ കാണുന്ന ലെറ്ററിൻ്റെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റേ എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും കാണാനായിട്ട് പറ്റും. ഉള്ളത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് റീഡബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ടൈം കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാര്യം ടാറ്റ അവരുടെ എല്ലാ വാഹനങ്ങളുടെയും അറ്റ്ലീസ്റ്റ് ടോപ്പ് എൻഡിലെങ്കിലും ഈ 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തു എന്നുള്ളത് നല്ല HD ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അപാര ക്വാളിറ്റിയാണ് ഈ സ്ക്രീനിന്. ഇപ്പോൾ എൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഒട്ടിച്ചാണോ ഉണ്ടാകുന്നത്, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെ പറയാം. അതിനകത്ത് നമ്മളുടെ പണ്ട് നെക്സോണിലൊക്കെ കണ്ടിരുന്ന സൗണ്ട് മോഡ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊടുത്തു. സറൗണ്ട് വ്യൂ, ആ 360 ക്യാമറയുടെ ക്ലാരിറ്റി മാത്രം നോക്കിയാൽ മതി. HD ക്ലാരിറ്റിയിലുള്ള 360 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ 3D വ്യൂ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ആ 360 ക്യാമറ തന്നെ നമ്മൾ പുറത്തുനിന്ന് ആക്സസറി ചെയ്താൽ പോലും നമുക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റവും ക്യാമറയും ലഭിക്കില്ല. അത് തന്നെയാണ് ടിയാഗോയുടെ ഒരു ബിഗ് അഡ്വാൻറ്റേജ് എന്ന്
പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു സിസ്റ്റവും കാര്യങ്ങളും കൊടുക്കുന്ന വേറൊരു വാഹനം തന്നെ ഇല്ലെന്ന് പറയാം. അതിന് താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ 360 വ്യൂ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ ബാക്കിലെ ഫോഗ് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്കിവിടെ ഹസാർഡ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. AC കൺട്രോൾസ് കൺട്രോൾസ് കാണാനായിട്ട് പറ്റുന്നത് നമ്മളുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ തന്നെയാണ്. ഇതിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. USB കണക്ട് ചെയ്ത വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനി ബാക്ക് ടു AC വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ടിയാഗോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഹാഫ് പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ വയർലെസ് ചാർജിങ് പാഡാണ് വരുന്നത്. അത് ഈ ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. രണ്ടും വയർലെസ് ചാർജിങ് പാഡുകളാണ്. അതിനോട് ചേർന്ന് നമുക്ക് ഗിയർ സെലക്ടർ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു ഇതിൻ്റെ അപ്പോൾ മാനുവൽ ഗിയറിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണെന്ന്. അതാണ് നമ്മളുടെ സ്റ്റിയറിംഗിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന പാഡിൽ ഷിഫ്റ്റേഴ്സ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് മാത്രമാണ് ഇപ്പോൾ മാനുവൽ മോഡിൽ നമുക്ക് പുതിയ ടിയാഗോ ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു EVയിൽ വരുന്ന പോലത്തെ ഗിയർ നോബാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഇതൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാനുവൽ മോഡിൽ എൻജോയ് ചെയ്ത് ഓടിക്കണമെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് വിത്ത് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് അതിൻ്റെ ടോപ്പിൽ വരുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. അതൊരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറോട് കൂടിയാണ് വരുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ ഈ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫീച്ചർ ലോഡഡ് വാഹനമെന്ന് ടിയാഗോനെ നമ്മൾ 100% പറയേണ്ടി വരും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ, അത്യാവശ്യത്തിൽ കൂടുതലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റും. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്കും AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബാക്കിലേക്ക് കാണാനായിട്ട് പറ്റും. അത് ടൈപ്പ് C ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. സെൻറ്റർ ആംറെസ്റ്റ് പോലുള്ള സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. സീറ്റിൻ്റെ ബാക്കിൽ നമുക്കൊരു സീറ്റ് പോക്കറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 9 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്കാണ് പക്ക കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുക. 3 പേര് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യേണ്ടി വരും. ബാക്കിലേക്ക് ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് 2 വശത്തും കൊടുത്തിരിക്കുന്നത്. ടിയാഗോൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു ക്യൂട്ട് കുട്ടി കാറാണ് നമ്മളുടെ ടാറ്റ ടിയാഗോ. ഭാരത് എൻക്യാപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ 5 സ്റ്റാർ കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്യുവർ പ്ലസ് വേരിയൻ്റ് തൊട്ടിട്ടാണ് ഹിൽ ഹോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് പ്യുവർ വേരിയൻ്റ് തൊട്ടേ ലഭിക്കുന്നുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മുടെ ടാറ്റയുടെ ടൈഡ് സ്റ്റാർട്ടുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ NA പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 85 HP പവറും 113 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. ആ സെയിം എഞ്ചിനിൽ തന്നെ CNG വരുന്നുണ്ട്. CNGയിലേക്ക് വരുമ്പോൾ പവറിൽ കുറവാണ്. കാര്യം 75 HP പവറും 96 Nm ടോർക്കുമാണ് CNGക്ക് ലഭിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMTയും അവൈലബിൾ ആണ്. മൈലേജ് ആണ് ശരിക്കും ഹൈലൈറ്റ്. കാരണം പെട്രോളിന് കമ്പനി പറയുന്നത് 20.09ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 15നും 17നും ഇടയ്ക്കൊക്കെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ചെറിയൊരു വാഹനമാണ്. CNGയിലേക്ക് നമുക്ക് CNG ഓട്ടോമാറ്റിക്കിന് കമ്പനി 28 പറയുന്നുള്ളൂ. പക്ഷേ പല ഓൺലൈൻ വീഡിയോസിലും 30 കിലോമീറ്റർ കൂടുതൽ കിട്ടുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ CNG ഓട്ടോമാറ്റിക്കിന് ശരിക്കും മൈലേജ് കൂടുതലാണ്. കമ്പനി 28 പറയുന്നു. ഒരു 25-അടുത്തൊക്കെ എന്താണെങ്കിലും നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ CNG അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് CNGയിൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് സ്മാർട്ട് വേരിയൻ്റ് ആണ്. അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 4,69,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 5,51. ബേസ് വേരിയൻറ്റിലെ CNG ആണെങ്കിൽ 5,79 എക്സ്ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 6,95. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് പ്യുവർ വേരിയൻ്റ് ആണ്. പ്യുവർ പെട്രോളിന് നോക്കുകയാണെങ്കിൽ 6,58,000 രൂപയും
പെട്രോൾ AMT ആണെങ്കിൽ 716. പിന്നെ വരുന്ന വേരിയൻറ്റ് പ്യുർ പ്ലസ് വേരിയൻ്റ് ആണ്. പ്യുർ പ്ലസ് വേരിയൻ്റ് ആണ് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഉൾപ്പെടുത്താം, ഒന്ന് കണ്ടു നോക്കാം. പ്യുർ പ്ലസ് മാനുവൽ ആണെങ്കിൽ 716, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,35,000 രൂപയും. ഈ പ്യുർ പ്ലസിൽ തന്നെ CNG നോക്കുകയാണെങ്കിൽ 835 CNG മാനുവലിനും CNG ഓട്ടോമാറ്റിക്കിന് 899 അതായത് 9 ലക്ഷം ബഡ്ജറ്റിന് ആ ഒരു ഓട്ടോമാറ്റിക് കിട്ടും. പിന്നെ വരുന്ന പ്യുർ പ്ലസ് A വേരിയൻ്റ് ആണ്. അതിന് 775 പെട്രോൾ മാനുവലിനും AMTക്ക് 839. പിന്നെ വരുന്ന വേരിയൻറ്റ് ക്രിയേറ്റീവ് ആണ്. കാരണം ക്രിയേറ്റീവ് വേരിയൻറ്റിലാണ് നമ്മളുടെ CNGയുടെ ടോപ്പ് എൻഡ്, അതായത് ഈ വേരിയൻറ്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ്. ക്രിയേറ്റീവ് വേരിയൻറ്റിൽ പെട്രോൾ മാനുവലിന് 833, AMT ആണെങ്കിൽ 897, അതായത് 9 ലക്ഷം. ഇനി CNG ആണെങ്കിൽ CNG മാനുവൽ 951, CNG ഓട്ടോമാറ്റിക് 10,15,000 രൂപയും. അത് അത്യാവശ്യം അഡീഷണൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ബഡ്ജറ്റിൽ ടോപ്പ് എൻഡ്, അതായത് CNGയിലെ ടോപ്പ് എൻഡ് ക്രിയേറ്റീവ് ഓട്ടോമാറ്റിക് CNG നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് നിങ്ങൾ കാണുന്ന ക്രിയേറ്റീവ് പ്ലസ് വേരിയൻറ്റ്. ഇതിൻ്റെ പെട്രോൾ മാനുവൽ 868, AMTക്ക് നിങ്ങൾ കാണുന്ന ടോപ്പ് എൻഡിന് 9,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു, ഇതിൻ്റെ പ്രൈസ് നമ്മളുടെ പഞ്ചിൻ്റെ വാല്യൂ ഫോർ മണി വേരിയൻറ്റുകളായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് പഞ്ചിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പ്യുർ പ്ലസ് വേരിയൻ്റ് ആണ്. ആ വേരിയൻറ്റിൽ തന്നെ നമുക്ക് CNGയിൽ ഓട്ടോമാറ്റിക്കും ലഭിക്കുന്നുണ്ട്. പഞ്ചിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ആ പ്യുർ പ്ലസ് വേരിയൻ്റ് ആണ്. പ്യുർ പ്ലസ് പെട്രോൾ മാനുവൽ 836, അതായത് ഇതിൻ്റെ ക്രിയേറ്റീവിൻ്റെ പ്രൈസിനോട് പ്യുർ പ്ലസ് കിട്ടും. AMT ആണെങ്കിൽ 9 ലക്ഷം രൂപ. CNG ആണെങ്കിൽ 953 CNG മാനുവലിന്, CNG ഓട്ടോമാറ്റിക് 10,17, അതായത് ഇതിൻ്റെ ടോപ്പ് എൻഡ് CNGയുടെ പ്രൈസിന് അവിടെ നമുക്ക് പ്യുർ പ്ലസ് CNG ഓട്ടോമാറ്റിക് കിട്ടും. 360 ക്യാമറയൊന്നുമില്ല, പക്ഷേ ബാക്കി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതല്ല, ഈ ഒരു വാഹനം വാങ്ങുന്ന പ്രൈസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചിൻ്റെ അഡ്വഞ്ചർ വേരിയൻറ്റ് നോക്കാം. നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഐ ബട്ടണിലും പിൻ ചെയ്യാം. 9 ലക്ഷം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 969, അതായത് ഈ വാഹനത്തെക്കാളും 30,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചിൻ്റെ അഡ്വഞ്ചർ ഓട്ടോമാറ്റിക് കിട്ടും. അതിൽ 360 ക്യാമറ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സ്ക്രീൻ പക്ഷേ നമുക്ക് 8 ഇഞ്ച് ആണെന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. പക്ഷേ ടിയാഗോയോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്, ഒരു മൈക്രോ SUV ലുക്കാണ്. ആ വേരിയൻറ്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്, കാണാൻ ഭംഗിയുള്ളൊരു വേരിയൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ വാഹനം വേണം, സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാനും. ഇപ്പോൾ CNG ഒരു ഓട്ടോമാറ്റിക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സിറ്റിയിൽ ഓടിക്കുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടാൻ, ലോങ് പോകുമ്പോഴും മൈലേജൊക്കെ ആണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഈ വാഹനം നോക്കുക. പിന്നെ ലേഡീസിനൊക്കെ എനിക്ക് കുറച്ചും കൂടി, ഞാൻ കൂടുതൽ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് പഞ്ചായിരിക്കും. കാര്യം കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് അടിത്തട്ടാടത്തേക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇത് മോശമാണെന്നല്ല, ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലത്തെ ഒരു കുട്ടിക്കാർ നമ്മുടെ ടിയാഗോ മാത്രമേ ഉള്ളൂ. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചും കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗോകുലം ടാറ്റയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പറാണ്. ടിയാഗോ എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം, അത് EV ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.